വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് 10 o'clock ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നൊരു ക്ലാസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് PBL ആയിരുന്നു, അതായത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ അതെന്ന് വെച്ചാൽ മാം നമുക്കൊരു കേസ് തരും. അപ്പോൾ അത് നമ്മൾ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നിട്ട് സംഭവം എന്താണ്, പേഷ്യൻസിന്റെ സിംറ്റംസ് കാര്യങ്ങൾ അത് മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഇത് ഒരു കേസ് എന്ന് വെച്ചാൽ 3 ആഴ്ചയാണ് നമ്മൾ പഠിക്കുക. അപ്പം അവസാനത്തെ ആഴ്ച വന്നിട്ട് നമ്മൾ എന്താ ഈ കേസിനെ പറ്റി നമ്മൾ മാം പഠിപ്പിച്ചത് നമ്മൾ പ്രിപ്പയർ ചെയ്തു എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ അതുവേ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ഒരു 5 കേസസ് ഉണ്ടാവും മൊത്തത്തിൽ ഈ സെമ്മിൽ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ല, ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇന്നപ്പോഴത്തെ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇന്ന് പോയി ഫുഡ് കഴിക്കണം, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വേറെ എന്താ പണി? വേറെ എന്താന്ന് ചോദിച്ചാല് കുറെ ദിവസമായിട്ടേ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, മുടി കിടക്കണുണ്ടല്ലോ എല്ലാം ഡാമേജ് ആയി. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഓക്കെ പേടിക്കണ്ട. അപ്പം എൻ്റെ ഡാമേജ്ഡ് ഹെയറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പുണ്ട്. ഡാമേജ് ഹെയറിന് മാത്രമല്ല, ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ കുട്ടിയുടെ മുടി ഡാമേജ് ഒക്കെ മാറ്റി നാച്ചുറലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ പോയാലോ? വായോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ മോഡൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എഗ് വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ്. അത് 3 വേണ്ടത്. അപ്പോൾ അത് 3 ഞാൻ ബൗളിലെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഏത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്? പാരഷൂട്ടിൻ്റെ ജാസ്മിൻ. ഞാൻ നീലബൃങ്ങാതിയാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. അപ്പം ഇത് നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പനിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ബാക്കിയുള്ളത് ഹെയറിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. മറ്റേ ലെമൺ ജ്യൂസ് എന്തിനാന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് മറ്റേ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എഗ് വൈറ്റ് എഗ് പ്രോട്ടീൻ ആണല്ലോ, അപ്പം മുടിക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ എന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ സിൽക്കി ആക്കിയിട്ട് വെക്കാനാണ് നമ്മുടെ ഷുഗർ യൂസ് ചെയ്യണേ. അപ്പോൾ 3 കൂടിയുള്ള മിക്സ്ചർ ദറ്റ്സ് ഗുഡ് ഫോർ അവർ ഹെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇപ്പോൾ 2 വീക്സ് ഒക്കെ കഴിഞ്ഞു. 2 വീക്സ് ആയിട്ട് ഞങ്ങൾ മറ്റേ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഡ്രൈഡ് റോസ്മേരി ലീവ്സ് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ അത് സ്പ്രേ ചെയ്തിട്ട് കിടക്കുക. അത് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളൊരു 2 cups വാട്ടർ എടുത്തിട്ട് അതിലോട്ട് ഒരു 1 ടീസ്പൂൺ റോസ്മേരി ഇടും. എന്നിട്ട് അത് നന്നായി ബോയിൽ ചെയ്തിട്ട് ഒരു 1 cup ആക്കി മാറ്റും. എന്നിട്ട് അത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. 1 വീക്ക് വരെയൊക്കെ ഇരിക്കാറുണ്ട്. എല്ലാ രാത്രിയും കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യും. എന്നിട്ട് മുടി നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ട് കെട്ടി വെച്ചിട്ട് ഉറങ്ങാം. അത് അങ്ങനെ ഓയിലാക്കുക അങ്ങനെയൊന്നുമില്ല. അതൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, ജസ്റ്റ് വെള്ളമാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. നല്ല റിസൾട്ട്. അപ്പോൾ 2 ആഴ്ചയായിട്ടുള്ള യൂസ് ചെയ്തിട്ട് ഹെയർ ഫോളൊക്കെ നന്നായി നിന്നിട്ടുണ്ട്. നല്ലതാണ്.
സ്കാൽപ്പിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുടി ലെങ്ത്തിലും അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യാം. എങ്ങനെയുണ്ട്? നല്ല നല്ല സ്കാൽപ്പിലൊക്കെ നല്ല തണുപ്പ് ഒരു ഫീലിംഗ് ഉണ്ട്. നല്ല സുഖമുണ്ട്. ഞാന് ഇത് ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെ ഞാനിത് ചെയ്തു തുടങ്ങിയത്. 10th വരെ എനിക്ക് ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. ഷോർട്ട് ഹെയർ ആയിരുന്നു. അതായത് സ്കൂളിൽ പോകുമ്പോൾ മുടി മടക്കി കെട്ടേണ്ട മടിക്ക് ഞാൻ എപ്പോഴും ഷോർട്ട് ഹെയർ ആക്കിയിരുന്നത്. പിന്നെ +1 ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഹെയർ വളർത്താൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ DIYs എനിക്ക് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുടിയിൽ. അപ്പോൾ പിന്നെ ഉലുവ ഒക്കെ അമ്മ അരച്ചിട്ട് ഇങ്ങനെ മുടിയിലൊക്കെ പരട്ടിത്തരുമായിരുന്നു. അപ്പോൾ +1 +2 അതുപോലെ തന്നെ നീറ്റിൻ്റെ സമയത്തൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും വളർത്തിയിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. താരൻ വര അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ പോവും വരും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം അപ്ലൈ ചെയ്തു. ഇനി ഇതേ സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഹെയറിലും ചെയ്യും. എന്നിട്ട് ഒരു 30 to 40 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവരൊക്കെ ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കാം. പിന്നെന്താ, പിന്നൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഇനി വേറെ ഹെയർ ടിപ്സ് അങ്ങനെ ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ വല്ലതും പുതിയതായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Ready? 1 2 3 go. Ready? 1 2 Ready? 1 2 3 go. അപ്പോൾ ബൈ ഗൈസ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് Say hi. നോക്കിയേ.